ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒറ്റ മിനിറ്റ്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, അത് 3Bന്റെ ഫോം എടുക്കാൻ വേണ്ടിയാണേ. ഓക്കെ, ഇതിലെ നവംബർ മാസം ഇപ്പോ ഒക്ടോബറിൻ്റെത്
3Bന്റെ എല്ലാം ഫയൽ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 3Bന്റെ ഫയൽ ചെയ്ത ഫോം എടുക്കാൻ സാധിക്കില്ല. കാരണം ഫയൽ ചെയ്ത ഫോം എടുക്കുമ്പോൾ നമ്മൾ 3Bക്ക് അത് ഇന്നലെ പഠിച്ചില്ലേ, GSTR, അതായത് 3Bന്റെ ഫോം ഓപ്പൺ ചെയ്യുമ്പോൾ കുറെ SORന് കൊടുത്ത് പോകത്തില്ലേ നമ്മൾ, അല്ലെ? അതിൽ ആ SORന് കൊടുത്ത് പോകുമ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ബോക്സ് മാത്രമേ S കൊടുത്ത് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഫയൽ ചെയ്ത ഫോം എടുക്കുമ്പോൾ ആ S കൊടുത്ത ബോക്സ് മാത്രമേ കാണാൻ സാധിക്കൂ. ക്ലിയർ? നമ്മൾ ഈ നവംബർ മാസത്തെ മന്ത് കൊടുത്ത് GS 3B എടുക്കണമെങ്കിൽ നാളെ ആവണം. നാളെ 1-ാം തീയതി അല്ലേ? അപ്പോൾ നാളെ ആയാലേ ആ ഫോം ഓപ്പൺ ആവത്തുള്ളൂ കേട്ടോ. അതാണ് ഇപ്പൊ ഓപ്പൺ ചെയ്യാൻ സാധിക്കാതെ. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും കേട്ടോ. സൈറ്റിനകത്ത് നമുക്ക് ഈ കാണുന്നില്ലേ ഹെൽപ്പ്, അവിടെ പോയി നമുക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ആ സ്ക്രീൻഷോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ദെൻ എന്ത് ചെയ്യാം, ക്ലാസ് കഴിയുമ്പോൾ ഒരു ലൈവ് ആയിട്ട് ഫയൽ ചെയ്യുന്ന വീഡിയോ കൂടെ സെൻഡ് ചെയ്തിരിക്കാം കേട്ടോ. അപ്പൊ ക്ലിയർ ആകും. ഓക്കെ, ഓക്കെ, ഇത് 3Bന്റെ ഫയലിംഗ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് ആണ്. സ്ക്രീൻഷോട്ട് സൈറ്റിനകത്ത് തന്നെയുള്ള സ്ക്രീൻഷോട്ട് ആയിട്ടോ ഇത്. ഓക്കെ, ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇന്നലെ നോക്കിയല്ലോ, ലാസ്റ്റ് നോക്കിയായിരുന്നു. ഇവിടെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ബോക്സ് ഒക്കെ എന്ത് ചെയ്യുക, SORന് കൊടുത്തപ്പോൾ സാധിക്കും. നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക. ദെൻ നമുക്ക് ഇവിടെ എല്ലാ ബോക്സും ഇവിടെ ഓപ്പൺ ആയി വരും അല്ലെ. എല്ലാ ബോക്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആ ബോക്സ് ഒക്കെ പരിചയപ്പെട്ടായിരുന്നു. നമുക്ക് ഫസ്റ്റ് ബോക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ബോക്സ് കേട്ടോ. നമ്മുടെ സെയിൽസും അല്ലെ, സെയിൽസ് കാണിക്കുന്ന ഫസ്റ്റ് ബോക്സിലെ 3Bന്റെ ആ ഫസ്റ്റ് ബോക്സ് ആണ് ഈ കാണുന്ന ബോക്സ്. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ആൻഡ് ഇൻവേർഡ് സപ്ലൈ ലയബിലിറ്റി റിവേഴ്സ് ചാർജ്. നമ്മുടെ എല്ലാ സെയിൽസും അല്ലെ, ടാക്സബിൾ ആയിക്കോട്ടെ, നോൺ ടാക്സബിൾ ആയിക്കോട്ടെ, B2B ആയിക്കോട്ടെ, B2C ആയിക്കോട്ടെ, ഇൻട്രാസ്റ്റേറ്റ്, ഇന്റർസ്റ്റേറ്റ് എന്ന് വേണ്ട എല്ലാ എക്സ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് സെയിലും കാണിക്കേണ്ട ഫസ്റ്റ് ബോക്സ് ആണ് ഈ ബോക്സ്. ഇവിടെ സെയിൽസും ഔട്ട്പുട്ട് ടാക്സും മാത്രമല്ല കാണിക്കുന്നത് അല്ലെ, സെയിൽസും ഔട്ട്പുട്ട് ടാക്സും മാത്രമല്ല കാണിക്കുന്നത്. പിന്നെന്താ, ഇൻവേർഡ് സപ്ലൈ ലയബിലിറ്റി റിവേഴ്സ് ചാർജ് ഉണ്ട് അല്ലെ, RCM ലയബിലിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ലിയർ? RCM ലയബിലിറ്റി നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ 3.1 എന്ന ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോ ആണിത്. ഇതിനകത്ത് ABCDE എന്നോ ഈ 5 റോ ഉണ്ട്. ഇവിടെ 5 റോ, ABCDE എന്നീ 5 റോസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? 5 റോ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ A നോക്കിയേ, A എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ്, ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് ആണ് A. ക്ലിയർ അല്ലേ? അതായത് നോർമൽ സെയിൽ, ടാക്സബിൾ ആയിട്ടുള്ള നോർമൽ സെയിൽ കാണിക്കേണ്ടതാണ് ഈ ഫസ്റ്റ് റോ. ഇവിടെ നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഇൻട്രാസ്റ്റേറ്റും ഇന്റർസ്റ്റേറ്റ് സെയിലും ഇവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കും.
ക്ലിയർ അല്ലേ? ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റ് സെയിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കിയേ, ടോട്ടൽ ടാക്സബിൾ വാല്യൂ IGST, CGST, SGST. ക്ലിയർ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രാ സ്റ്റേറ്റിന്റെയും ഇന്റർ സ്റ്റേറ്റിന്റെയും രണ്ടും ഉണ്ടെങ്കിൽ രണ്ടിന്റെയും ടോട്ടൽ സെയിൽസിന്റെ ടാക്സബിൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബോക്സ് കാണിക്കാം. ക്ലിയർ അല്ലേ? ഈ ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സബിൾ എമൗണ്ട് കാണിക്കാം. ദെൻ അതിന്റെ IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ കാണിക്കാം. CGST, SGST ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ കാണിക്കാം. ക്ലിയർ അല്ലേ? അപ്പോ ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റിന്റെയും GST, IGST, CGST, SGST പ്രത്യേകം എന്ത് ചെയ്യുക? ഇവിടെ കാണിക്കേണ്ടതാണ്. ഇതിന്റെയൊക്കെ ഇൻട്രാ സ്റ്റേറ്റ് ആയാലും ഇന്റർ സ്റ്റേറ്റ് ആയാലും അതിന്റെ സെയിൽസിന്റെ ടാക്സബിൾ എമൗണ്ട് എന്ത് ചെയ്യുക? ഈ ടാക്സബിൾ വാല്യൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അത് എൻ്റർ ചെയ്ത് കാണിക്കാം. ക്ലിയർ അല്ലേ? ആ ലോജിക്ക് കേട്ടോ. ക്ലിയർ? ഇനി ബി എന്താ പറയുന്നേ? ബി പറയുന്നു ഔട്ട്വേർഡ് ടാക്സബിൾ സപ്ലൈസ് സീറോ റേറ്റഡ് സപ്ലൈസ്. സീറോ മീൻസ് എന്താ? എക്സ്പോർട്ട് അല്ലേ? യെസ്, നമ്മൾ എക്സ്പോർട്ട് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? നമുക്ക് ഈ ബി എന്ന് പറയുന്ന ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണിക്കാം. എക്സ്പോർട്ടിന്റെ വാല്യൂ എത്രയാണോ ആ എമൗണ്ട് ഇവിടെ കാണിക്കാം. ദെൻ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ വിത്ത് പേയ്മെന്റ് ആണെങ്കിൽ ആ പേയ്മെന്റ് എമൗണ്ട് IGST കാണിക്കാം. ക്ലിയർ അല്ലേ? എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഈ IGST സീറോ കാണിച്ച് പോയിട്ട് ആ എക്സ്പോർട്ട് വാല്യൂ മാത്രം എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. ക്ലിയർ അല്ലേ? ആ എക്സ്പോർട്ട് വാല്യൂ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് പോകാം. ആ ലോജിക്ക് ക്ലിയർ? ഓക്കെ. ദെൻ സി എന്ന് പറഞ്ഞ എന്താ? സി എന്ന് പറഞ്ഞാൽ അതർ ഔട്ട്വേർഡ് സപ്ലൈസ് നിൽ റേറ്റ് എക്സംപ്റ്റ്. ടാക്സ് ഇല്ലാത്ത സെയിൽ കാണിക്കേണ്ടതാണ് സി എന്ന് പറയുന്ന റോ. ക്ലിയർ അല്ലേ? ടാക്സ് ഇല്ലാത്ത നിൽ റേറ്റ് എക്സംപ്റ്റ് എന്നീ സെയിൽ കാണിക്കേണ്ടതാണ് ഈ സി എന്ന് പറയുന്ന റോ. ക്ലിയർ അല്ലേ? ടാക്സിന്റെ ഓൾ അവിടെ ഇല്ല. ടാക്സബിൾ എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക? കാണിച്ചു പോയാൽ മതി. ക്ലിയർ? ഓക്കെ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവേർഡ് സപ്ലൈ ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇതാണ് നമ്മുടെ RCM ലയബിലിറ്റി കാണിക്കേണ്ടത് ഈ ഡി എന്ന റോയിലാണ്. RCM ലയബിലിറ്റി കാണിക്കേണ്ടത് ഈ ഡി എന്ന റോയിലാണ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അതായത് നമുക്കറിയാം അല്ലെ, ഒരു അഡ്വക്കേറ്റ് സർവീസോ ഒരു GTA സർവീസോ ഒരു ഇമ്പോർട്ട് ഗുഡ്സ് ഇമ്പോർട്ടോ സർവീസ് ഇമ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തുവെങ്കിൽ അതൊക്കെ നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്? ഈ ഡി എന്ന റോയിലാണ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ഈ ഡി എന്ന റോയിൽ RC ലയബിലിറ്റി കാണിക്കും കേട്ടോ. ഈ RC ലയബിലിറ്റി നമുക്ക് ഇൻപുട്ടായി മാറത്തില്ലേ പേയ്മെന്റ് ചെയ്യുമ്പോൾ? ആ പേയ്മെന്റ് കാണിക്കേണ്ടത് മൂന്നാമത്തെ ബോക്സ് കേട്ടോ. എലിജിബിൾ ഇൻപുട്ട് ഇല്ലേ? മൂന്നാമത്തെ ബോക്സ് അവിടെ കാണിക്കാം. ഓക്കെ, ക്ലിയർ? ലോജിക് ഓക്കെ അല്ലേ? യെസ്. ഇതാണ് നമ്മുടെ 3B പ്രിപ്പയർ ഓൺലൈൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന 5 ബോക്സിൽ ഫസ്റ്റ് ബോക്സ് ആണ് ഈ ബോക്സ്. ഇവിടെ നമ്മൾ സെയിൽസ് കാണിക്കേണ്ടതാണ്. സെയിൽസ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ സെയിലും നോൺ ടാക്സ് സെയിലും എക്സ്പോർട്ട് സെയിലൊക്കെ ഇവിടെ കാണിക്കാം നമുക്ക്. അത് കൂടാതെ ഇൻവേർഡ് സപ്ലൈ ലയബിലിറ്റി ടു RCM അല്ലെ? RCM റിവേഴ്സ് ചാർജ് ലയബിലിറ്റി വരുന്ന ഇൻവേർഡ് സപ്ലൈയും ഇവിടെ കാണിക്കാം. അതാണ് ഈ കാണുന്ന റോ ABCDE. എ എന്താ? ഔട്ട്വേർഡ് സപ്ലൈസ്. അവിടെ നമുക്ക് എന്തെല്ലാം കാണിക്കാം? ടാക്സബിൾ മാത്രം. ക്ലിയർ? ടാക്സബിൾ ആയിട്ടുള്ള ഇൻട്രാ സ്റ്റേറ്റും ഇന്റർ സ്റ്റേറ്റ് സെയിലും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കാണിക്കാം. ടാക്സബിൾ എമൗണ്ട് ഇവിടെ കാണിക്കുക, IGST ഇവിടെ കാണിക്കുക, CGST, SGST. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റിന്റെയും ഇന്റർ സ്റ്റേറ്റ് സെയിൽസിന്റെയും ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് എന്ത് ചെയ്യുക? ഈ ടാക്സബിൾ വാല്യൂ കാണിക്കുക. ദെൻ ഇന്റർ ആണെങ്കിൽ CGST, SGST ഇവിടെ പ്രത്യേകം കാണിക്കുക. ഇന്റർ ആണെങ്കിൽ IGST ഔട്ട്പുട്ട് ഇവിടെ പ്രത്യേകം ജസ്റ്റ് എൻ്റർ ചെയ്യുക. ദെൻ സെയിൽസ് ആണ് ടാക്സബിൾ ഔട്ട്വേർഡ് സപ്ലൈ. സീറോ റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്താ? എക്സ്പോർട്ട് ആണ്. ഇവിടെ നമുക്ക് എക്സ്പോർട്ട് സെയിൽ കാണിക്കേണ്ടത് ഈ ബി എന്ന റോയിലാണ്. ഇവിടെ നമുക്ക് ടാക്സബിൾ വാല്യൂ ഉണ്ട്, IGST കോളം ഉണ്ട്. എന്നാൽ എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് ആണെങ്കിൽ, എക്സ്പോർട്ട് നമുക്കറിയാം GSR 1 പഠിച്ചു. എക്സ്പോർട്ട് വിത്ത് പേയ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ആ എക്സ്പോർട്ട് വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ ആ എക്സ്പോർട്ടിന്റെ IGST എമൗണ്ട് എന്ത് ചെയ്യുക? ആ വിത്ത് പേയ്മെന്റ് IGST എമൗണ്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ഇൻ കേസ് എക്സ്പോർട്ട് വിത്തൗട്ട് പേയ്മെന്റ് ആണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യുക? ആ എക്സ്പോർട്ട് വിത്തൗട്ട് മീൻസ് എക്സ്പോർട്ട് അണ്ടർ LUT. ക്ലിയർ അല്ലേ? ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ
ടാക്സബിളിന്റെ അവിടെ എന്ത് ചെയ്യുക, ആ എക്സ്പോർട്ട് എമൗണ്ട് എൻ്റർ ചെയ്യുക. IGSTന്റെ അവിടെ 0 കാണിച്ച് പോയാൽ മതി, 0 കാണിച്ച് പോയാൽ മതി. ക്ലിയർ? സി എന്ന് പറഞ്ഞാൽ എന്താ, അതർ ഔട്ട്വേർഡ് സപ്ലൈ നിൽ റൈറ്റ് എക്സംപ്റ്റ് മീൻസ് ടാക്സ് ഇല്ലാത്ത സെയില്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ GSR1 കാണിച്ചു അല്ലെ, എങ്കിലും ഇവിടെ 3Bയിലും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? GSR1 ഡീറ്റെയിൽ ആയി കാണിച്ചു, 3Bയിൽ സമ്മറി മാത്രം കാണിച്ചാൽ മതി. ഇതേപോലെ സമ്മറി മാത്രം കാണിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോ സി എന്താ, ടാക്സ് ഇല്ലാത്ത സെയിൽ കാണിക്കേണ്ടതാണ് സി എന്ന് പറയുന്ന റോ. ഇവിടെ ടാക്സിന്റെ കോളം ഒന്നും ആക്റ്റീവ് അല്ല അല്ലെ? ക്ലിയർ? ഓക്കെ. ഡി എന്താ, ഡി എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. നമുക്ക് RCM ലയബിലിറ്റി വരുന്ന ഇൻവേർഡ് സപ്ലൈ കാണിക്കേണ്ടതാണ് ഈ ഡി എന്ന റോ. ഓക്കെ, RCM ലയബിലിറ്റി വരുന്ന ഇൻവേർഡ് സപ്ലൈ കാണിക്കേണ്ടതാണ് ഈ ഡി എന്ന റോ. ക്ലിയർ? ഓക്കെ. ഓ, ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മൾ പർച്ചേസ് ഫ്രം, സർവീസ് റിസീവ് ഫ്രം ഒരു അഡ്വക്കേറ്റ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോർ എക്സാമ്പിൾ ഒരു അഡ്വക്കേറ്റ് സർവീസ് റിസീവ് ചെയ്തു, അഡ്വക്കേറ്റ് പറഞ്ഞു 10,000 രൂപ ചാർജ് ആണെന്ന്. ആ 10,000 രൂപ നമ്മൾ അഡ്വക്കേറ്റിന് കൊടുത്തു. ക്ലിയർ? അതിന്റെ GST ഒരു 500 രൂപ ആയിരിക്കും. ആ GST നമ്മൾ അഡ്വക്കേറ്റിന് കൊടുക്കോ? കൊടുക്കത്തില്ല. നമ്മളല്ലേ റിസീപ്പിന്റെ, നമ്മളല്ലേ ആ RCM അടയ്ക്കേണ്ടത്. യെസ്, ആ 500 നമുക്ക് RCM ആയിട്ട് അടയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ ലൈബിലിറ്റി ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഈ ഡി എന്ന റോയിൽ കാണിക്കണം. ക്ലിയർ? പിന്നെ നമ്മളത് പേയ്മെന്റ് ചെയ്യും. പേയ്മെന്റ് കഴിയുമ്പോൾ 500 നമുക്ക് ഇൻപുട്ടായി മാറും. ആ ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ബോക്സ് എലിജിബിൾ ഇൻപുട്ട് ഇല്ലേ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, അത് വീണ്ടും കാണിക്കാം. ഇവിടെ ഡി എന്ന റോയില് RC ലയബിലിറ്റി കാണിക്കുന്നു, അതേ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തെ ബോക്സ് എലിജിബിൾ ഇൻപുട്ട് ടാക്സ്, അവിടെ നമുക്ക് RCM ഇൻപുട്ട് കാണിക്കാൻ സ്പേസ് ഉണ്ട്, അവിടെ കാണിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ഈ ഒന്നാമത്തെ ബോക്സിലെ ഡി എന്ന റോ മറക്കാതിരിക്കണം. ഞാൻ മൂന്നാമത്തെ ബോക്സ് എലിജിബിൾ ഇൻപുട്ട് ടാക്സിന്റെ ബോക്സ് പഠിപ്പിക്കുമ്പോ അവിടെ ഞാൻ പറയും ഒന്നാമത്തെ ബോക്സിലെ ഡി എന്ന റോ. ക്ലിയർ അല്ലേ? ഇവിടെ ഡി എന്ന റോയില് RCM ലയബിലിറ്റി കാണിക്കുന്നു. ആ എമൗണ്ട് നമ്മൾ ഇപ്പം പേയ്മെന്റ് ചെയ്യില്ല, 3Bന്റെ അവസാനം പേയ്മെന്റ് ചെയ്യും ബൈ ക്യാഷ്. ക്ലിയർ? അപ്പോ പേയ്മെന്റ് പിന്നീട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഉറപ്പിൽ നമ്മൾ മൂന്നാമത്തെ ബോക്സിൽ അത് ഇൻപുട്ട് ആയിട്ട് കാണിക്കും, ക്ലെയിം എടുക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ ബോക്സിൽ ഡി എന്ന റോ കേട്ടോ. ഓക്കെ, ഇനി എന്താ, ഈ എന്താ പറയുന്നത്, ലാസ്റ്റ് റോ നോൺ GST ഔട്ട്വേർഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ടാക്സ് ഇല്ലാത്ത സെയില്. നോൺ GST അറിയാലോ, പെട്രോൾ, ഡീസൽ, ആൽക്കഹോൾ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ സെയില്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുക, ഡേറ്റ എൻ്റർ ചെയ്യുക. ഇപ്പൊ കൺഫേം കൊടുത്ത് പോയാൽ മതി. നമുക്ക് ഒരു മാസം ഇതെല്ലാം ഉണ്ടാവണമെന്നില്ല അല്ലെ, ഏതാണ് ഉള്ളത് ആ റോയിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ ഡേറ്റ എൻ്റർ ചെയ്യുക. ഇല്ല എങ്കിൽ ബാക്കിയുള്ളത് അതുപോലെ 0 നിൽക്കും കേട്ടോ. ക്ലിയർ അല്ലേ? നമ്മൾ 0 ചെയ്യേണ്ട ആവശ്യമില്ല, 0 ആയിരിക്കും അത്. ക്ലിയർ? ഓക്കെ, എന്ത് ചെയ്യുക, കൺഫേം കൊടുത്ത് പോയാൽ മതി. ഓക്കെ, ഓക്കെ, ക്ലിയർ. ഇനി ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ ബോക്സിനകത്ത് അകത്ത് കയറി ഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ പുറത്ത് സമ്മറി പോലെ കാണിക്കും കേട്ടോ, എമൗണ്ട് ഒക്കെ. ക്ലിയർ അല്ലേ? IGST എമൗണ്ടും CGST, SGST ഈ സമ്മറി പോലെ പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ബോക്സ് എന്താ പറയുന്നത്, രണ്ടാമത്തെ ബോക്സ് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ്. ഈ ബോക്സിന്റെ പേര് ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ എന്ന്. അങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് സംശയം വരരുത്, എന്താ, ഓ ഇൻട്ര മൊത്തം ഇവിടെ കാണിക്കും, ഇന്റർ മൊത്തം ഇവിടെ കാണിക്കും, അങ്ങനെ വരരുത്. ഇന്റർ ആയാലും ഇന്റർ ആയാലും സെയിൽസ് മൊത്തം ഫസ്റ്റ് ബോക്സ് കാണിക്കുക അല്ലെ. ഈ രണ്ടാമത്തെ ബോക്സിന്റെ ആവശ്യം എന്താണ്, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ടു ആ 3 ആൾക്കാർ അല്ലെ, ആരൊക്കെയാ, ഒന്ന് ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ടു ദ പേഴ്സൺ, ആരാ, അൺരജിസ്റ്റേർഡ് പേഴ്സൺ. രണ്ടാമത്തെ ആളാരാ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ടു ദ പേഴ്സൺ ഹു ഓപ്റ്റ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ബിസിനസ്സുകാരന് നമ്മൾ സപ്ലൈ നടത്തിയാൽ ഇന്റർസ്റ്റേറ്റ് ആണെങ്കിൽ അതും ഇവിടെ കാണിക്കും. മൂന്നാമത്തെ ആളാരാ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് ടു ദ പേഴ്സൺ ഹു ഹോൾഡ് UIN നമ്പർ, യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ഹോൾഡ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് നമ്മൾ ഇന്റർസ്റ്റേറ്റ് സപ്ലൈ നടത്തിയാൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ടാമത്തെ ബോക്സ് കാണിക്കും. ഈ 3 ടൈപ്പ് സെയിൽ മാത്രം എന്ത് ചെയ്യുക, അത് നിർബന്ധമായിട്ടും ആ സെയിലും ആ ഔട്ട്പുട്ട് ടാക്സ് എവിടെ കാണിക്കും, ആദ്യം നിർബന്ധമായിട്ടും ഫസ്റ്റ് ബോക്സ് കാണിക്കണം അല്ലെ. അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഡെമോ പോലെ എന്ത് ചെയ്യുക, സെക്കൻഡ് ബോക്സ് റിപ്പീറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അതാണ് പർപ്പസ് അല്ലേ. യെസ്, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യാം.
ഇതാണ് സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് കേട്ടോ. ഓക്കെ, സെക്കൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ, ഒരു അൺരജിസ്റ്റേർഡ് ആയ പേഴ്സൺ നമ്മൾ സപ്ലൈ നൽകിയാൽ എന്ത് ചെയ്യുക, അത് ഇവിടെ ഇതുപോലെ കാണിക്കാം. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടോ സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇവിടെ നോക്കിയേ, സപ്ലൈസ് മെയ്ഡ് ടു കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ. ക്ലിയർ അല്ലേ? സപ്ലൈസ് മെയ്ഡ് ടു UIN ഹോൾഡർ. നമുക്ക് ആദ്യം സപ്ലൈസ് മെയ്ഡ് ടു അൺരജിസ്റ്റേർഡ് ഓപ്പൺ ചെയ്തു, അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ഒരു വിൻഡോ വന്നു ഇവിടെ. നോക്കി, ആദ്യം ചോദിക്കുന്നു പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ആ ഇന്റർസ്റ്റേറ്റ് വരുന്ന അൺരജിസ്റ്റേർഡ് പേഴ്സന്റെ സ്റ്റേറ്റ് ഏതാണ്, ഏതാണ് ആ ഇന്റർസ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, ആ നമ്മുടെ കസ്റ്റമറായ അൺരജിസ്റ്റേർഡ് ആയ ആളിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക ഇവിടെ. ദെൻ ആ ടാക്സബിൾ എമൗണ്ടും ആ IGST എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ എൻ്റർ ചെയ്യുക. ടാക്സബിൾ എമൗണ്ടും ആ IGST എമൗണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുക. ക്ലിയർ അല്ലേ? യെസ്, ആ ലോജിക്ക് കേട്ടോ. റീറ്റെയിൽ ഷോപ്പിന് ഇത് ആ ബോക്സ് ആപ്ലിക്കബിൾ ആണോ? റീറ്റെയിൽ ഷോപ്പിന് ആപ്ലിക്കബിൾ ആവോ മീൻസ് റീറ്റെയിൽക്കാർക്ക് ഇത് കേസ് നോർമൽ കേസ് വരാറില്ല. വന്നാൽ കാണിക്കുക, ഇല്ലെങ്കിൽ ലീവ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ക്ലിയർ അല്ലേ? അവർക്ക് ഈ ഒരു കേസ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഒരാൾ ഈ 3 പേർക്കൊന്നും സപ്ലൈ വരാൻ ചാൻസ് കുറവാണ്. വന്നാൽ എന്ത് ചെയ്യുക, വന്നാൽ ആ ഫസ്റ്റിൽ എസ് കൊടുത്ത് കാണിച്ചു പോവുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, എസ് കൊടുക്കണ്ട, ഈ ബോക്സ് വരത്തുമില്ല, കാണിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലീവ് ചെയ്ത് പോയാൽ മതി. ക്ലിയർ? ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യുക, ഇതുപോലെ കാണിച്ചു പോയാൽ മതി. നമുക്ക് ഇനി ഇപ്പൊ ഞാൻ പറയുന്നു ആ ഇന്റർസ്റ്റേറ്റ് സപ്ലൈസ് എന്ന് പറയുമ്പോ ഇത് ഞാൻ തമിഴ്നാട് ഇത്ര ടാക്സബിൾ എമൗണ്ട്, ഇത്ര IGST എന്ന് പറഞ്ഞ് കാണിച്ചു. ഇനി എനിക്ക് കർണാടകയിലുള്ള ഒരു അൺരജിസ്റ്റേർഡ് പാർട്ടിക്ക് ഞാൻ സെയിൽ നടത്തി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, വീണ്ടും ഇവിടെ ആഡ് കൊടുത്താൽ മതി. ഇവിടെ ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വീണ്ടും റോ വരും. ക്ലിയർ അല്ലേ? അവിടെ നമുക്ക് എന്ത് ചെയ്യാം, കർണാടക സ്റ്റേറ്റും അവിടുത്തെ ടാക്സബിൾ എമൗണ്ടും IGST കൊടുക്കാം. വേറെ സ്റ്റേറ്റ് ഉണ്ടോ, വീണ്ടും ആഡ് കൊടുത്ത് പോയാൽ മതി, വീണ്ടും റോ വരും അവിടെ. ക്ലിയർ അല്ലേ? ആലോചിക്കുക. അതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് അത് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, സപ്ലൈസ് മെയ്ഡ് ടു കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യാം. ക്ലിയർ? മനസ്സിലായല്ലോ? അത് ഓപ്പൺ ചെയ്യാം. നമുക്ക് നോക്കിയേ കേട്ടോ, സപ്ലൈസ് മെയ്ഡ് ടു കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം വരുന്നേ. ഏതാണ് സ്റ്റേറ്റ്, ആ കോമ്പോസിഷൻ കസ്റ്റമറിന്റെ സ്റ്റേറ്റ് ഏതാണ് സെലക്ട് ചെയ്യുക. ടാക്സബിൾ എമൗണ്ടും IGST എമൗണ്ടും എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യുക, സപ്ലൈസ് മെയ്ഡ് ടു UIN ഹോൾഡേഴ്സ്, അതും അതുപോലെയാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. സെയിം ആണ് അല്ലേ? സപ്ലൈസ് മെയ്ഡ് ടു UIN ഹോൾഡേഴ്സ്. ഏതാണ് സ്റ്റേറ്റ്, ഏതാണ് സ്റ്റേറ്റ്, ടാക്സബിൾ എമൗണ്ട് എത്രയാണ്, എത്ര IGST എമൗണ്ട് ഉണ്ട് ചോദിക്കും അവിടെ. ക്ലിയർ അല്ലേ? യെസ്, അത് കൊടുത്ത് പോയാൽ മതി. എല്ലാം കൊടുത്ത ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കൺഫേം ബട്ടൺ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അത് സേവ് ആയിക്കോളും കേട്ടോ. ഓക്കെ, ഇത് റെയർ കേസ് ആണ്, വന്നാൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓർക്കേണ്ടത് ഇത് വന്നാൽ ഇവിടെ മാത്രമല്ല കാണിക്കേണ്ടത്, ഫസ്റ്റ് ബോക്സ് നിർബന്ധമായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ സെക്കൻഡ് ബോക്സ് നമ്മൾ ഡാറ്റ ഇതുപോലെ എൻ്റർ ചെയ്ത് കൺഫേം കൊടുക്കുമ്പോൾ അതിനകത്ത് കൊടുത്ത എമൗണ്ട് പുറത്ത് സമ്മറി പോലെ കാണാൻ സാധിക്കും ഇവിടെ. ക്ലിയർ അല്ലേ? യെസ്. ഇത് നമ്മൾ മൂന്നാമത്തെ ബോക്സ് നോക്കിയേ. മൂന്നാമത്തെ ബോക്സ് എന്താ, മൂന്നാമത്തെ ബോക്സ് പറയുന്നു എലിജിബിൾ ITC അല്ലെ? എന്താണ് എലിജിബിൾ ITC? ക്ലിയർ? ഓക്കെ, എലിജിബിൾ ITC. ഇവിടെ നമുക്ക് 3.1 3.2 4 എന്നൊക്കെ പറയുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഈ 1 2 3 4 5 എന്ന കോളംസ് ആക്കി മാറ്റിയത് കേട്ടോ. അത് എന്റെ ഓൺ ക്രിയേഷൻ ആണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കാനാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ബോക്സിന്റെ ഒരു പേരുണ്ട്, 3.1 എന്നും 3.2 എന്നൊക്കെ പറയും. ക്ലിയർ അല്ലേ? ഇത് 4 എന്നാ പറയുന്നത്. അങ്ങനെ. ഓക്കെ, സോ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ പറഞ്ഞു പോകുന്നു. മൂന്നാമത്തെ ബോക്സ് അങ്ങനെ പറഞ്ഞു പോകുന്നു കേട്ടോ. ഓക്കെ, ഈ അടുത്ത ബോക്സ് എന്താ, എലിജിബിൾ ITC അല്ലെ? എലിജിബിൾ ITC മീൻസ് നമുക്ക് എത്ര ഇൻപുട്ട്, ഇവിടെ എന്തൊക്കെ കാണിക്കാം, രണ്ട് കാര്യം അല്ലേ? എലിജിബിൾ ITC മീൻസ് എത്ര ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ട് ആ മാസം. അത് മാത്രമാണോ? അല്ല, എത്ര ഇൻപുട്ട് നമുക്ക് റിവേഴ്സ് നടത്താം, റിവേഴ്സൽ ഓഫ് ഇൻപുട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് രണ്ടും കാണിക്കേണ്ടതാണ് ഈ മൂന്നാമത്തെ ബോക്സ് ആയ എലിജിബിൾ ITC എന്ന് പറയുന്ന ബോക്സ്. ആ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഉണ്ടോ, എലിജിബിൾ ITC ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടോ, എ പാർട്ട് ITC അവൈലബിൾ, ബി പാർട്ട് ITC റിവേഴ്സൽ, ബി പാർട്ട് ITC റിവേഴ്സൽ, അതുപോലെ സി പാർട്ട് നെറ്റ് ITC അവൈലബിൾ മീൻസ് എ മൈനസ് ബി. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോ ഈ മാസം എനിക്കൊരു 500 രൂപ ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുണ്ട് സങ്കല്പിക്കുക.
കഴിഞ്ഞ മാസം തെറ്റായിട്ട് ഒരു 100 ക്ലെയിം എടുത്തിരുന്നു, അത് ഈ മാസം റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ മാസത്തെ ഇൻപുട്ട് എ എന്ന റോയിന്റെ അണ്ടറിൽ കൊടുക്കാം. കഴിഞ്ഞ മാസം മിസ്റ്റേക്ക് ആയിട്ട് ക്ലെയിം എടുത്ത 100 ഈ മാസം റിവേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ റിവേഴ്സിൽ ഈ ബി എന്ന റോയിൽ കൊടുക്കാം. അപ്പോ ഈ മാസത്തെ ഇൻപുട്ട് കുറയും. ആ ലോജിക്ക് ക്ലിയർ അല്ലേ? കഴിഞ്ഞ മാസം തെറ്റായിട്ട് ക്ലെയിം എടുത്തുവെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഇപ്പൊ തിരിച്ചടയ്ക്കാൻ വേണ്ടി റിവേഴ്സ് ചെയ്യാം. അപ്പൊ ഈ മാസത്തെ 3B നമുക്ക് എന്ത് ചെയ്യാം? ഈ ബി എന്ന റോയിൽ കാണിക്കാം റിവേഴ്സൽ ആയിട്ട്. അപ്പോ ഈ മാസം എത്ര ഇൻപുട്ട് ഉണ്ടോ ആ ഇൻപുട്ടിൽ കുറയും. ക്ലിയർ അല്ലേ? യെസ്. എ മൈനസ് ബി, അതാണ് ഈ മാസം നമുക്ക് ക്ലെയിം ചെയ്യാൻ അവൈലബിലിറ്റി ഉള്ള ഇൻപുട്ട് ആണ് ഈ സിയിൽ വരിക. നെറ്റ് ITC അവൈലബിൾ, ഇതാണ് നെറ്റ് ITC അവൈലബിൾ എ മൈനസ് ബി. ഇവിടെ നോക്കിയേ, എ എന്താ പറയുന്നേ? ITC അവൈലബിൾ അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫസ്റ്റ് ബോക്സ് പഠിച്ചില്ലേ? ഫസ്റ്റ് ബോക്സിനകത്ത് ഡി എന്ന റോ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഓർത്ത് വെക്കാൻ അല്ലെ? എന്താ ഡി എന്ന റോയില് ഫസ്റ്റ് ബോക്സിൽ എന്താ കാണിച്ചേ? RCM ലയബിലിറ്റി കാണിച്ചു. ഓർമ്മയുണ്ടല്ലോ അല്ലെ? RCM ലയബിലിറ്റി. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നു, അഡ്വക്കേറ്റ് സർവീസ് റിസീവ് ചെയ്യുന്നു, GT സർവീസ് റിസീവ് ചെയ്യുന്നു. ഈ എല്ലാ കേസിലും നമുക്ക് എന്താ വരുന്നേ? ഇൻവേർഡ് സപ്ലൈ ആണെങ്കിൽ പോലും നമുക്ക് അതൊക്കെ RCM ലയബിലിറ്റി വരുന്നു. നമുക്ക് ആ RCM ലയബിലിറ്റി മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഒരുമിച്ച് എല്ലാത്തിന്റെയും ടോട്ടൽ RCM ലയബിലിറ്റി ഫസ്റ്റ് ബോക്സിനകത്ത് ഡി എന്ന റോയിൽ കാണിച്ചു. ക്ലിയർ? അത് ഇനി പേയ്മെന്റ് ചെയ്യണ്ടേ? പേയ്മെന്റ് എപ്പോഴാ ചെയ്യുന്നേ? അവസാനം പേയ്മെന്റ് ചെയ്യും, ക്യാഷ് ആയിട്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അവസാനം പേയ്മെന്റ് ചെയ്യുമെന്നുള്ള ആ ഉറപ്പ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻപുട്ട് ആയിട്ട് ഇവിടെ കാണിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ ഈ എലിജിബിൾ ITC എന്ന് പറഞ്ഞ ഈ മൂന്നാമത്തെ ബോക്സിനകത്ത് ഈ എ എന്ന് പറയുന്ന റോ ഇല്ലേ? എ എന്താ? ITC അവൈലബിൾ. അതിനകത്ത് പറഞ്ഞ ഈ 1, 2, 3 ഈ ഫസ്റ്റ് മൂന്ന് കോളംസും RCM ഇൻപുട്ട് കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? ഈ 1, 2, 3 ഈ 3 റോയും എന്താണ്? RCM ഇൻപുട്ട് കാണിക്കേണ്ടതാണ്. ഈ 3 റോയും RCM ഇൻപുട്ട് കാണിക്കേണ്ടതാണ്. ഈ 3 റോയും. ക്ലിയർ അല്ലേ? ഓക്കെ. ഒന്നെന്താ പറയുന്നേ? ഗുഡ്സ് ഇമ്പോർട്ട്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ RCM അടയ്ക്കണ്ടേ? ആ RC ലയബിലിറ്റി എത്രയാണോ ആ എമൗണ്ട് നമ്മൾ എവിടെ കാണിച്ചു? ഫസ്റ്റ് ബോക്സിൽ ഡി എന്ന റോയിൽ കാണിച്ചു. രണ്ടാമത്തെ നോക്കിയേ, സർവീസ് ഇമ്പോർട്ട്. സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ RCM അടയ്ക്കണ്ടേ? അത് RC ലയബിലിറ്റി ആണെന്ന് നമ്മൾ എവിടെ കാണിച്ചു? ഫസ്റ്റ് ബോക്സിൽ ഡി എന്ന റോയിൽ കാണിച്ചു. ക്ലിയർ അല്ലേ? ഡി എന്ന റോയിൽ കാണിച്ചു. ക്ലിയർ? ഇനി 3 എന്താ പറയുന്നേ? ഇൻവേർഡ് സപ്ലൈ ലയബിലിറ്റി റിവേഴ്സ് ചാർജ് അതർ ദാൻ 1 and 2. ഈ 1 and 2 ഗുഡ്സ് ഇമ്പോർട്ടും സർവീസ് ഇമ്പോർട്ടും അല്ലാതെ വേറെ ഏതെല്ലാം കേസിൽ നമുക്ക് RC ലയബിലിറ്റി ഉണ്ട്? അഡ്വക്കേറ്റ് സർവീസും GT സർവീസ് ഒക്കെ ഇല്ലേ? അതിന്റെയൊക്കെ RC ലയബിലിറ്റി എവിടെ കാണിക്കും? ഫസ്റ്റ് ബോക്സിൽ ഡി എന്ന റോയിൽ കാണിക്കും അല്ലെ? അപ്പൊ ഈ മൂന്നിന്റെയും ഈ 3 കേസിന്റെയും RCM ലയബിലിറ്റി ആണ് എന്നും പറഞ്ഞ് ഫസ്റ്റ് ബോക്സിൽ ഡി എന്ന റോയിൽ കാണിക്കുന്നുണ്ട്. അത് ഇൻപുട്ട് ആയിട്ട് എവിടെ കാണിക്കുന്നുണ്ട്? ഈ പ്രത്യേകം ഇവിടെ കാണിക്കും. ഗുഡ്സ് ഇമ്പോർട്ടിന്റെ RCM ഇൻപുട്ട് ഈ ഒന്നാമത്തിൽ കാണിക്കും. സർവീസ് ഇമ്പോർട്ടിന്റെ RCM ഇൻപുട്ട് രണ്ടാമത്തിൽ കാണിക്കും. ഓക്കെ. രാജു എന്ന് പറഞ്ഞ ആള് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. മൂന്നാമത്തിൽ ഇത് കാണിക്കും. നമ്മൾ റിവേഴ്സ് ഗുഡ്സ് ഇമ്പോർട്ടും സർവീസ് ഇമ്പോർട്ടും അല്ലാതെ മറ്റെന്തെല്ലാം കേസിൽ നമുക്ക് RCM ലയബിലിറ്റി വരുന്നുണ്ട് അത് ഡി എന്ന റോയിൽ കാണിച്ചു ഫസ്റ്റ് ബോക്സിൽ. അത് ഇൻപുട്ട് ആയിട്ട് ഇവിടെ ഈ മൂന്നാമത്തെ റോയിൽ കാണിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? യെസ്. വരയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. റിമൂവ് ചെയ്യട്ടെ. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഈ 1, 2, 3 RCM ഇൻപുട്ട് കാണിക്കേണ്ടതാണ്. ക്ലിയർ അല്ലേ? യെസ്.
ഈ നാലാമത്തെ റോ കണ്ടോ? നാലാമത്തെ റോ മീൻസ് ഇൻവേർഡ് സപ്ലൈസ് ഫ്രം ISD എന്നാ പറയുന്നത്. ഇൻവേർഡ് സപ്ലൈ ഫ്രം ISD. ISD എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. എന്താണ്? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് ഈ കേരളത്തിൽ ഒരു ബിസിനസ് ഉണ്ട്, GST രജിസ്ട്രേഷൻ എനിക്കുണ്ട്. ഓക്കെ, അതുപോലെ എനിക്ക് മറ്റൊരു സ്റ്റേറ്റ്, ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ GSTന്റെ പ്രത്യേകത ഓരോ സ്റ്റേറ്റിലും പ്രത്യേകം GST വേണം. അല്ല കേരളത്തിലെ GST വെച്ച് തമിഴ്നാട് ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരു ബ്രാഞ്ച് തമിഴ്നാടുണ്ട്, അതേപോലെ മറ്റൊരു ബ്രാഞ്ച് കർണാടക സ്റ്റേറ്റിലുണ്ട്. ക്ലിയർ? സങ്കല്പിക്കുക, ഇപ്പൊ കേരളത്തിൽ ഹെഡ് ഓഫീസാ സങ്കല്പിക്കുക. ഓക്കെ, കേരളത്തിലുള്ള ബിസിനസ് ഹെഡ് ഓഫീസാണ്. ഓക്കെ, കേരളത്തിലെ ബിസിനസ് ഹെഡ് ഓഫീസാണ്, തമിഴ്നാട് ബ്രാഞ്ചാണ്, കർണാടകയും ബ്രാഞ്ചാണ്. ഈ മൂന്നിടത്തും പ്രത്യേകം GST രജിസ്ട്രേഷൻ ഉണ്ട്. അവിടെ എല്ലായിടത്തും പ്രത്യേകം റിട്ടേൺ ഫയലിംഗ് ഒക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഈ മൂന്ന് പേരെയും ബാധിക്കുന്ന ഒരു കോമൺ എക്സ്പെൻസ് ഉണ്ടായി, ഒരു പൊതുവായ ഒരു എക്സ്പെൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, പരസ്യം ചെയ്തു. ഓക്കെ, ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു ആഡ് കൊടുത്തു. അപ്പോ ഈ ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഹെഡ് ഓഫീസ് മാത്രം ചെയ്യത്തില്ല, ഈ മൂന്ന് പേരെ ഒരുമിച്ച് ഉൾക്കൊള്ളിക്കും അല്ലെ ഒരു ആഡിനകത്ത്. അപ്പോ ആ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കോമൺ എക്സ്പെൻസ് ആണ്. അപ്പൊ ഈ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്വർടൈസിംഗ് കമ്പനിക്ക് ഏൽപ്പിച്ചപ്പോൾ അവിടെ എന്ത് കൊടുത്തു? GST കൊടുത്തു. അപ്പൊ ആ അഡ്വർടൈസിംഗ് കമ്പനി ഇൻവോയ്സ് റൈസ് ചെയ്യുമ്പോൾ ആരുടെ പേരിലാണ് ഇൻവോയ്സ് റൈസ് ചെയ്യുന്നത്? ഹെഡ് ഓഫീസിന്റെ പേരിൽ അല്ലെ? കേരളത്തിലുള്ള ഹെഡ് ഓഫീസിന്റെ പേരിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പരസ്യ കമ്പനി അതിന്റെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ അതിന്റെ ഇൻപുട്ട് എത്ര കൊടുത്തു, അത് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശം ആർക്ക് മാത്രമായിരിക്കും വരുന്നത്? ആ ഇൻവോയ്സ് പ്രകാരം കേരളത്തിലുള്ള ഹെഡ് ഓഫീസിന് മാത്രം അല്ലെ? കാരണം ആ ഹെഡ് ഓഫീസിന്റെ പേരിലാണ് എന്ത് വരുന്നത്? ആ ഹെഡ് ഓഫീസിന്റെ പേരിലാണ് ആ പരസ്യത്തിന്റെ ഇൻവോയ്സ് വരുന്നത്, എക്സ്പെൻസിന്റെ ഇൻവോയ്സ് വരുന്നത് അല്ലെ? ക്ലിയർ? അപ്പോ എന്നാൽ ഇതൊരു കോമൺ എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഇൻപുട്ട് എത്രയുണ്ടോ, ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയാണ് ആ പരസ്യ കമ്പനി ആവശ്യപ്പെട്ടത്, ആ 10,000 രൂപയുടെ 500 രൂപ ഇൻപുട്ട് ടാക്സ് ആണ്. അപ്പൊ 10,500ന്റെ ഒരു ഇൻവോയ്സ് ആണ് ആ പരസ്യ കമ്പനി കേരളത്തിലുള്ള ഹെഡ് ഓഫീസിനെ ഏൽപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇൻവോയ്സ് പ്രകാരം കേരളത്തിലുള്ള ഹെഡ് ഓഫീസിന് ആ 500 ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷെ ഈ ഒരു 10,500 എന്ന് പറയുന്ന ഇതൊരു അഡ്വർടൈസിംഗ് എക്സ്പെൻസ് ആണ്, ഇതൊരു കോമൺ എക്സ്പെൻസ് ആണ്. ഇത് 3 പേർക്കും ഒരുപോലെ അവകാശമുണ്ട്. ക്ലിയർ അല്ലേ? ഇത് 3 പേർക്കും ഒരുപോലെ അവകാശമുണ്ട്. ക്ലിയർ? പക്ഷെ ഡോക്യുമെന്റ് പ്രകാരം, ടാക്സ് ഇൻവോയ്സ് പ്രകാരം ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? 500 ഹെഡ് ഓഫീസിന് മാത്രം, കേരളത്തിലുള്ള ബിസിനസിന് മാത്രമേ അവകാശമുള്ളൂ ആസ് പെർ ടാക്സ് ഇൻവോയ്സ്. അപ്പൊ എന്ത് ചെയ്യുക? അപ്പോ ഹെഡ് ഓഫീസായ കേരളം ആ 500 ഇൻപുട്ടില്ലേ 3ആയി ഡിവൈഡ് ചെയ്യുക. കോമൺ എക്സ്പെൻസ് അല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യുക? 3ആയി ഡിവൈഡ് ചെയ്യുക. 2 ബ്രാഞ്ചും ഹെഡ് ഓഫീസും 3ആയി ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഷെയർ എന്ത് ചെയ്യുക? കർണാടക ബ്രാഞ്ചിന് കൊടുക്കണം, ഇൻപുട്ട് അവർക്ക് ക്ലെയിം ചെയ്യാൻ. ഒരു ഷെയർ എന്ത് ചെയ്യുക? തമിഴ്നാട് ബ്രാഞ്ചിന് എന്ത് ചെയ്യുക? കൊടുക്കണം. ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹെഡ് ഓഫീസായ കേരളത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ചോദ്യം വരുന്നു, ഈ കോമൺ എക്സ്പെൻസിലെ ഇൻപുട്ടായ 500 രൂപ 3ആയി ഡിവൈഡ് ചെയ്തിട്ട് ഇത് എങ്ങനെയാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ഹെഡ് ഓഫീസായ കേരളം നോർമലായിട്ട് GST ഉണ്ടല്ലോ, അതിന് പുറമെ നോർമലി GST ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട്, അതിന് പുറമെ പ്രത്യേകം ഒരു GST കൂടി എടുക്കണം. നോർമലി GST രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ ഉണ്ട് ഹെഡ് ഓഫീസായ കേരളത്തിന്, അതിന് പുറമെ സെപ്പറേറ്റ് ഒരു GST രജിസ്ട്രേഷൻ കൂടെ എന്ത് ചെയ്യണം? ആ ഹെഡ് ഓഫീസായ കേരളം എടുക്കണം. അതാണ് ISD രജിസ്ട്രേഷൻ, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന പേരിൽ പ്രത്യേകം ഒരു രജിസ്ട്രേഷൻ ഹെഡ് ഓഫീസായ കേരളം എടുക്കണം. ക്ലിയർ? അങ്ങനെ ISD എന്ന പേരിൽ പ്രത്യേകം രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ കിട്ടുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് സൈറ്റിൽ കയറുമ്പോൾ അതിനകത്ത് നമുക്കൊരു ഫോം കാണാൻ സാധിക്കും. നോർമൽ GST ആണെങ്കിൽ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെല്ലാം കാണുക? 1ഉം 3Bയും കാണാം അല്ലെ?
എന്നാൽ ആ ISD എന്ന പേരിൽ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഫോം കാണാം GSTR6 എന്നൊരു ഫോം നമുക്ക് കാണാൻ സാധിക്കും. ആ GSTR6 എന്ന ഫോമിൽ എന്ത് ചെയ്യുക, ഹെഡ് ഓഫീസ് കേരളം, അതിൽ പറയണം, അതിനകത്ത് ഡാറ്റ എൻ്റർ ചെയ്യണം. 2 ബ്രാഞ്ച് ഉണ്ട്, തമിഴ്നാട്, കർണാടക. തമിഴ്നാട് ബ്രാഞ്ചിന്റെ GST നമ്പർ ഇതാണ്, അവർക്ക് ഇത്ര ഇൻപുട്ട് പോകണം. കർണാടക ബ്രാഞ്ചിന്റെ GST നമ്പർ ഇതാണ്, അവർക്ക് ഇത്ര ഇൻപുട്ട് പോകണം എന്നും പറഞ്ഞ് GSTR6 എന്ന ഫോമിൽ ആ ISD ആയ ഹെഡ് ഓഫീസ് ഫയൽ ചെയ്യണം. ക്ലിയർ അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചസ് ഇല്ലേ, ആ ബ്രാഞ്ചസിന് ആ ഇൻപുട്ട് ലഭിക്കും. ബ്രാഞ്ചസിന്റെ GSTR2A ഉണ്ടല്ലോ, GSTR2A, ആ GSTR2Aക്കകത്ത് ആ ഇൻപുട്ട് ടാക്സ് അവർക്ക് കാണാൻ സാധിക്കും. അവർക്കത് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാം. ക്ലിയർ അല്ലേ? ഇതാ ലോജിക്ക്. അപ്പൊ ഇവിടെ അങ്ങനെ പറയുന്നേ എന്താ, 4ാമത്തെ റോ എന്താ പറയുന്നേ, ഇൻവേഡ് സപ്ലൈ ഫ്രം ISD. നമ്മളൊരു ബ്രാഞ്ച് ആണെങ്കിൽ നമ്മുടെ ഹെഡ് ഓഫീസ് ISD ആയ ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? ഞാൻ ഈ പറഞ്ഞ പ്രകാരം ISD ആയ ഹെഡ് ഓഫീസ് GSTR6 ഫയൽ ചെയ്തപ്പോൾ നമുക്ക് അതിലൂടെ എന്തെങ്കിലും ഇൻപുട്ട് വന്നെങ്കിൽ ആ ഇൻപുട്ട് കാണിക്കേണ്ടതാണ് ഈ 4ാമത്തെ റോ എന്ന് പറയുമ്പോൾ. ഇറ്റ്സ് റെയർ കേസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ആലോചിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യവും എപ്പോഴും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 5ാമത്തെ റോ ആണ്, ഓൾ അതർ ITC. ഓൾ അതർ ITC ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോർമലി നമുക്ക് വരുന്ന ഇൻപുട്ട് ടാക്സ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? നോർമൽ പർച്ചേസ് ഇൻപുട്ടും എക്സ്പെൻസ് ഇൻപുട്ടും അസറ്റ് പർച്ചേസ് ഇൻപുട്ട് എല്ലാം ക്ലെയിം ചെയ്യാൻ സാധിക്കുമല്ലോ. ആ ഇൻപുട്ട് എല്ലാം നമ്മൾ കാണിക്കേണ്ടത് എവിടെയാണ്, ഈ 5ാമത്തെ റോയിലാണ് കാണിക്കേണ്ടത്. ഓൾ അതർ ITC എന്ന് പറയുന്ന ഈ 5ാമത്തെ റോയിൽ കാണിക്കണം. ക്ലിയർ അല്ലേ? ലോജിക്ക്. സോ നമ്മൾ ഇതാണ് പഠിക്കേണ്ടത്. ഈ എലിജിബിൾ ITC എന്ന് പറഞ്ഞ ഈ 3ാമത്തെ ബോക്സിൽ ഈ A എന്ന് പറയുന്ന റോ എന്താണ്, ITC അവൈലബിൾ കാണിക്കേണ്ടതാണ്. അതിനകത്ത് ഫസ്റ്റ് 3 റോ RCM ഇൻപുട്ട് കാണിക്കേണ്ടതാണ്. ഈ 3ന്റെയും ടോട്ടൽ RC ലയബിലിറ്റി ആണ് 1ാമത്തെ ബോക്സിൽ D എന്ന റോയിൽ കാണിച്ചത്. ക്ലിയർ അല്ലേ? 4ാമത്തെ റോ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ കയ്യിൽ നിന്ന് ഇൻപുട്ട് ലഭിച്ചോ, ആ ഇൻപുട്ട് കാണിക്കേണ്ടതാണ് 4ാമത്തെ റോ. 5ാമത്തെ റോ ഓൾ അതർ ITC ആണ്. അവിടെയാണ് നമ്മൾ നോർമൽ പർച്ചേസും എക്സ്പെൻസിലെയും ഇൻപുട്ട് ടാക്സ് കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ITCന്റെ ഫുൾ ഫോം വേറൊന്നുമല്ല, ITC മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ക്ലിയർ അല്ലേ? ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്രെഡിറ്റ് ആണല്ലോ, ഇൻപുട്ട് ക്ലെയിം ചെയ്യാനുള്ള ഒരു ക്രെഡിറ്റ് അല്ലേ. നമ്മുടെ ബാങ്കിൽ നമ്മുടെ ക്യാഷ് ക്രെഡിറ്റ് കിടക്കുകയല്ലേ, നമുക്ക് എപ്പോ അത്യാവശ്യം വരും പോയി എടുക്കത്തില്ലേ? ആ ലോജിക്ക് എടുത്താൽ മതി. അതേപോലെ ആ ഒരു മെക്കാനിസത്തിന്റെ പേരാണ് ITC എന്ന് പറയും കേട്ടോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിസത്തിന്റെ പേരാണ്. ഓക്കെ, ഇൻപുട്ട് ടാക്സ് ഔട്ട്പുട്ട് ടാക്സിനെ സെറ്റ് ഓഫ് ചെയ്യാം എന്ന് പറയുന്ന മെക്കാനിസത്തിന്റെ ഫുൾ പേരാണ് ITC, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നാ റൂളിൽ പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇന്ന് നോക്കിയേ, ഇപ്പോ എയില് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത് കാണിക്കാം. ക്ലിയർ അല്ലേ? യെസ്. ബി നോക്കിയേ, ബി ആണ് ITC റിവേഴ്സൽ കേട്ടോ. ആസ് പെർ റൂൾ 42, 43 മീൻസ് വേറെ ഒന്നുമല്ല, നമുക്ക് ഇന്നലെ പറഞ്ഞ കേസില്ലേ, എന്താ, പർച്ചേസ് നടത്തി, ഇൻപുട്ട് ക്ലെയിം എടുത്തു, പക്ഷേ സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തിട്ടില്ല. ക്ലിയർ അല്ലേ? സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കാതെ, നമ്മുടെ സപ്ലയറിന് പേയ്മെന്റ് കൊടുക്കാതെ നമ്മൾ ഇൻപുട്ട് ക്ലെയിം ചെയ്താൽ 180 ഡേയ്സ് ആയിട്ട് സപ്ലയറിന് പേയ്മെന്റ് കൊടുത്തിട്ടില്ല എങ്കിൽ 180 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുന്ന 3B ചെയ്യുമ്പോ റിവേഴ്സ് ചെയ്യണ്ടേ? യെസ്, ആ റിവേഴ്സൽ കാണിക്കേണ്ടതാണ് ഈ ബി എന്ന് പറയുന്ന റോയിൽ കേട്ടോ. ആ റിവേഴ്സൽ മാത്രമാണ്, അത് റിവേഴ്സലിന്റെ ഒരു കേസ് മാത്രമാണ്. ഇൻ കേസ് നമ്മൾ ഒരു, ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു ഓഫീസിലേക്ക് ഒരു മൊബൈൽ മേടിച്ചു. ഓക്കെ, മൊബൈൽ മേടിച്ചു, ഓഫീസിലേക്ക് മൊബൈൽ മേടിച്ചാൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. അപ്പൊ അതിന് ഇൻപുട്ട് ഞാൻ എന്ത് ചെയ്തു, ക്ലെയിം ചെയ്തു. ക്ലെയിം ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ ഞാൻ എന്ത് ചെയ്തു, ആ ഓഫീസിലേക്ക് മൊബൈൽ വേണ്ടെന്ന് കരുതിയിട്ട് ആ മൊബൈൽ ഞാൻ പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്യാൻ കൊണ്ടുപോയി. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യണം, ആ എടുത്ത ഇൻപുട്ട് തിരിച്ചടക്കേണ്ടേ, റിവേഴ്സ് ചെയ്യണം. ക്ലിയർ അല്ലേ? ആ ലോജിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിയിൽ റിവേഴ്സൽ കാണിച്ചാൽ A-B സിയിൽ വരും. നെറ്റ് ITC അവൈലബിൾ, ഇതാണ് നെറ്റ് ITC അവൈലബിൾ നമുക്ക് ഈ സി എന്ന റോയിൽ വരും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത
ഡി ലാസ്റ്റ് ഒന്നുള്ളൂ, ഇതിൽ ഒറ്റപ്പെട്ട ഒന്നാണിത്. എ ബി സി ഒരുമിച്ച് പോകും, എ മൈനസ് ബി സിയിൽ വരുന്നു. ഡി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സെക്ഷൻ 17(5) ബ്ലോക്ക്ഡ് ITC, ബ്ലോക്ക്ഡ് ഇൻപുട്ട്. നമുക്ക് ചില ഇൻപുട്ട് ടാക്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. നമുക്ക് ചില ഇൻപുട്ട് ടാക്സ് ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമില്ലാത്ത ചില ഇൻപുട്ട് ടാക്സ് കാണിക്കേണ്ടതാണ് സെക്ഷൻ 17(5). ഫോർ എക്സാമ്പിൾ മോട്ടോർ വെഹിക്കിൾ. ഓക്കെ, നമ്മളിപ്പോ മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് നടത്തി. മോട്ടോർ വെഹിക്കിളിന്റെ പ്രത്യേകത, മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെ പക്ഷെ നമ്മൾ ഒരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് നടത്തി, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയാണ് പർച്ചേസ് നടത്തിയത്. പക്ഷെ പർച്ചേസ് നടത്തി പോയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ GST നമ്പർ കൊടുത്ത പർച്ചേസ് നടത്തിയത്. അങ്ങനെ ആകുമ്പോൾ ആ പർച്ചേസും ആ ഇൻപുട്ട് ടാക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ GSTR 2A എന്ന ഫോമിൽ വരുമല്ലോ, അല്ലേ? നമ്മുടെ GSTR 2A എന്ന ഫോമിൽ അത് ഓട്ടോമാറ്റിക് വരും. ക്ലിയർ? യെസ്. പക്ഷേ 2A വന്നു കയറി നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമുണ്ടോ? ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. എന്ത് ചെയ്യുക? നമ്മളത് ഈ മൂന്നാമത്തെ ബോക്സിൽ ഈ D എന്ന റോ, ഇൻഎലിജിബിൾ ITC എന്ന ഇവിടെ ഇല്ലേ, ഇവിടെ എന്ത് ചെയ്യണം? അത് കാണിക്കണം. നമ്മൾ പറയണം 2Aക്കകത്ത് വന്നു മോട്ടോർ വെഹിക്കിളിന്റെ ഇൻപുട്ട്, പക്ഷെ അത് പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പർച്ചേസ് നടത്തിയ മോട്ടോർ വെഹിക്കിൾ ആണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല, ഇൻഎലിജിബിൾ ആണെന്ന് പറഞ്ഞ് ഈ D എന്ന റോയിൽ കാണിക്കണം, കാണിച്ചു പോകണം. ക്ലിയർ അല്ലേ? അങ്ങനെ കാണിക്കാതെ പോയാൽ 2Aയിൽ വരെയും ചെയ്തു, ആ ഇൻപുട്ട് നമ്മൾ 3Bയിൽ ക്ലെയിം ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പൊ 2Aയിൽ കൂടി നിൽക്കും, 3Bയിൽ കുറഞ്ഞു നിൽക്കും, വേരിയേഷൻ വരും. അപ്പൊ നമ്മൾ എടുത്തു പറയണം 2Aയിൽ ഇൻപുട്ട് ഉണ്ട്, പക്ഷെ ക്ലെയിം ചെയ്യാൻ അവകാശമില്ല, അത് ഇൻഎലിജിബിൾ ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? നമ്മൾ D എന്ന റോയിൽ കാണിക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ ടാലി ആയി പൊയ്ക്കോളും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മൂന്നാമത്തെ ബോക്സിൽ കാണിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ടു-വേ വേരിയേഷൻ വന്നാൽ വേറെ ഒന്നുമല്ല. 2A വേരിയേഷൻ മീൻസ് എന്താ? അല്ല, 2A വേരിയേഷൻ മീൻസ് ഇപ്പൊ 2Aയിൽ വരാത്ത ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമില്ലല്ലോ. ക്ലിയർ അല്ലേ? 2Aയിൽ വരാത്ത ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. ഓക്കെ, എത്രയാ? 2Aയിൽ ഇൻപുട്ട് കുറവാണെങ്കിൽ വന്ന ഇൻപുട്ടും അതിന്റെ 10% അധികം എടുക്കാം, അല്ലെ? വന്ന് പഠിച്ച കാര്യമാണത്. അത്ര മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. ഈ 2Aയിൽ കൂടുതലും നമ്മൾ ക്ലെയിം എടുത്ത കുറവാണെങ്കിൽ അത് നമുക്ക് ഇഷ്യൂ ഒന്നും വരത്തില്ല. 2Aയിൽ കൂടുതൽ വരാം, കാരണം ഇൻ കേസ് നമ്മുടെ സപ്ലയർമാർ നമുക്ക് നടത്തിയ പർച്ചേസ് അല്ലായിരിക്കും, വേറെ ഏതെങ്കിലും അവരുടെ സെയിലായിരിക്കും. അവർ സെയിൽ അടിച്ചപ്പോൾ GST നമ്പർ മാറി നമ്മുടെ നമ്പറായി വന്നുകൂടാന്നില്ലല്ലോ. അങ്ങനെ വന്നാൽ നമ്മുടെ 2Aയിൽ കയറി വരില്ലേ? നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ. 2Aയിൽ കൂടി നിൽക്കാം, 2Aയിൽ കൂടുതലും 3Bയിൽ കുറവും, നോ ഇഷ്യൂ. 3Bയിൽ കൂടുതലും 2Aയിൽ കുറവ് വന്നാൽ പ്രശ്നമാണ്. എന്തുകൊണ്ടും ചോദ്യം വരും അവിടെ. ക്ലിയർ അല്ലേ? 2Aയിൽ കൂടുതലും 3Bയിൽ കുറവും വന്നാൽ എന്തുകൊണ്ട് വ്യത്യാസം വന്നു ചോദ്യം വരാം. ക്ലിയർ അല്ലേ? സോറി, 2Aയിൽ കുറവും 2Aയിൽ വരാത്ത ഇൻപുട്ട് 3Bയിൽ എടുത്തു എന്ന് അറിഞ്ഞാൽ പ്രശ്നം വരാം. ക്ലിയർ? പ്രശ്നം മീൻസ് 2Aയിൽ വന്നിട്ടില്ല, നമ്മൾ 3Bയിൽ കൂടുതൽ കാണിച്ചിരിക്കുന്നു, 2Aയിൽ വരാത്ത ഇൻപുട്ട് 3Bയിൽ കാണിച്ചെന്ന് അറിഞ്ഞാൽ അതോറിറ്റി ചെക്ക് ചെയ്യും. അപ്പൊ അത് അതോറിറ്റി നമുക്ക് എന്ത് ചെയ്യും? നോട്ടീസ് അയക്കും. നിങ്ങൾ 2Aയിൽ വരാത്ത ഇൻപുട്ട് 3Bയിൽ ക്ലെയിം എടുത്തു എങ്കിൽ അത്ര ഇൻപുട്ട് എത്രയും വേണ്ടി തിരിച്ച് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞ് അതോറിറ്റി നമുക്ക് നോട്ടീസ് അയക്കും. ആ നോട്ടീസ് ആ സമയത്തൊന്നും വരില്ല, അതൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് വരത്തുള്ളൂ. അങ്ങനെ ലേറ്റ് ആയി വരുമ്പോ അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് കൂടും. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3B ചെയ്യുമ്പോൾ 2A നോക്കണം. 2Aയിൽ വന്ന ഇൻപുട്ടേ അതിൽ കൂടുതൽ 3Bയിൽ കാണിക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? 2Aയിൽ ഇൻപുട്ട് വന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, വരുമ്പോൾ ചെയ്താൽ മതി. വരാത്ത ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. എത്ര എടുക്കാം? എക്സ്ട്രാ 10% എടുക്കാം കേട്ടോ, ബാക്കി എടുക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ? ആ ലോജിക്ക് ക്ലിയർ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ഫില്ല് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം കൊടുക്കാം. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യും? എലിജിബിൾ ITC ബോക്സ് ഫില്ല് ചെയ്യുന്നു, അതിനകത്ത് സമ്മറി എമൗണ്ട് ഓട്ടോമാറ്റിക് വരുന്നു. ക്ലിയർ? അടുത്ത ബോക്സ് നോക്കിയേ, ഏതാ? നാലാമത്തെ ബോക്സ് അല്ലേ? എന്താ?
ടാക്സ് ഇല്ലാത്ത പർച്ചേസ് കേട്ടോ, ടാക്സ് ഇല്ലാത്ത പർച്ചേസ് ആണ് നാലാമത്തെ ബോക്സ് എന്ന് പറയുമ്പോ. ഓക്കെ, നോക്കി ഇതേപോലെ കേട്ടോ. വാല്യൂ ഓഫ് എക്സംപ്റ്റ് നിൽ റേറ്റ് നോൺ GST ഇൻവേർഡ് സപ്ലൈ, ടാക്സ് ഇല്ലാത്ത പർച്ചേസ് കാണിക്കേണ്ടതാണ് ഈ നാലാമത്തെ ബോക്സ്. നോക്കി, ഫ്രം എ സപ്ലയർ അണ്ടർ കോമ്പോസിഷൻ സ്കീം, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് നടത്തിയാൽ, അല്ലെ, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സപ്ലയറിന്റെ കയ്യിൽ നിന്ന് ഞാൻ പർച്ചേസ് നടത്തിയാൽ, എനിക്ക് GST ഉണ്ടോ? കോമ്പോസിഷൻ പഠിച്ചതല്ലേ, കോമ്പോസിഷൻ സ്കീം പ്രകാരം GST എടുത്ത സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ GST മേടിക്കോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു കോമ്പോസിഷൻ സ്കീം എടുത്ത ആളിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ GST കൊടുക്കുന്നുണ്ടോ? GST നമുക്ക് വരുന്നില്ല, അല്ലെ. സോ നമുക്ക് GST വരുന്നില്ല. അതുപോലെ എക്സംപ്റ്റ് പർച്ചേസ് നിൽ റേറ്റഡ് ആയ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സ് വരുന്നില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കാം. അതിൽ എത്ര ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട്, എത്ര ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ട് ഇവിടെ കാണിക്കാം. അതുപോലെ നോൺ GSTയിൽ വരുന്ന പർച്ചേസ് ഉണ്ടോ? നോൺ GST പർച്ചേസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിക്കാം. എത്ര ഇന്റർ ഉണ്ട്, എത്ര ഇൻട്ര ഉണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബോക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ലീവ് ചെയ്ത് പോയാൽ മതി. അവിടെ ആ സമയത്ത് നോ കൊടുത്ത് പോയാൽ മതി. ഓക്കെ, ഇത് റയർ കേസ് അല്ലേ, അതുകൊണ്ടാ. ഓക്കെ, എല്ലാവർക്കും വരണമെന്നില്ല. അടുത്ത ബോക്സ് നോക്കിയേ, നമ്മുടെ ലാസ്റ്റ് ബോക്സ് ഉണ്ടോ, ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ ഇല്ലേ, ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ, അത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം ലേറ്റ് ഫീ എമൗണ്ട് ഓട്ടോമാറ്റിക് വരും, അല്ലെ. ലേറ്റ് ഫീ എമൗണ്ട് ഉണ്ടോ, ലേറ്റ് ഫീ എമൗണ്ട് ഓട്ടോമാറ്റിക് വരും, കണ്ടല്ലോ. ഇവിടെ CGST SGST വരും. എത്രയാ, 3 ചെയ്യാൻ ലേറ്റ് ആയാൽ ഡെയിലി 50 രൂപ, അല്ലെ. ഡെയിലി 50 രൂപ വെച്ച് എത്ര ദിവസം ഡിലേ ആകുന്നു അതിന് ലേറ്റ് ഫീ നമുക്ക് ഓട്ടോമാറ്റിക് വരും. എന്നാൽ ഇൻട്രസ്റ്റ് എമൗണ്ട് അങ്ങനെയല്ല. ഇൻട്രസ്റ്റ് നമ്മൾ ഏതാണോ ടാക്സ് അടയ്ക്കേണ്ടത്, IGST ആണോ, CGST ആണോ, SGST ആണോ, ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്, ബാക്കി നെറ്റ് പേയബിൾ എമൗണ്ട് എത്രയാണ്, അത് ഏതാണ് അടയ്ക്കേണ്ടത്, ആ എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ലേറ്റ് ആയാൽ എന്ത് ചെയ്യുക, മാനുവലി കമ്പ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, എൻറ്റർ ചെയ്ത് കൺഫേം കൊടുത്ത് പോയാൽ മതി. ലേറ്റ് ഫീ ഓട്ടോമാറ്റിക് വരും, ഇൻട്രസ്റ്റ് നമ്മൾ മാനുവലി കമ്പ്യൂട്ട് ചെയ്ത് അവിടെ എൻറ്റർ ചെയ്ത് പോകണം. ക്ലിയർ അല്ലേ ആ ലോജിക്ക്? എന്ത് ചെയ്യുക, കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സമ്മറി എമൗണ്ട് വരും. ഓക്കെ, ക്ലിയർ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് എന്ത്, നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് GSTR 3Bക്ക് അകത്ത്. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റിന്റെ ശതമാനം 18%, 18% ആണ് ഇൻട്രസ്റ്റ് വരിക. ഇപ്പോ 1000 രൂപ ടാക്സ് പേയ്മെന്റ് ചെയ്യാനുണ്ട്. ഒരു 5 ദിവസം ഡിലേ ആയെങ്കിൽ എങ്ങനെയാ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, 1000 രൂപ ഇൻറ്റു 18%, 18/100 അല്ലേ, 18/100 ഇൻറ്റു എത്ര ദിവസം ഡിലേ ആയി, 5 days അല്ലേ, ഇൻറ്റു 5 ഡിവൈഡ് ബൈ 365. ഒരു ഇയറിലാണ് 18 വരുന്നത് കേട്ടോ. 18 പെർ ആനം, PA പെർ ആനം ആണ് 18 വരുന്നത്. അപ്പോ ശതമാനം കണ്ടിട്ട് ഇൻറ്റു എത്ര ദിവസം ഡിലേ ആയി ഡിവൈഡ് ബൈ 365. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് കിട്ടും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്കിനി ബാക്കി നമുക്ക് നോക്കാം, അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ച് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നോക്കിയേ, നമ്മൾ ഈ എല്ലാ ബോക്സും ഡാറ്റ ഫില്ല് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഈ ഡാറ്റ ഫില്ല് ചെയ്യുകയാണ് പ്രധാന ജോലി എന്ന് പറയുമ്പോൾ. ദെൻ ഡാറ്റ എല്ലാം ഫില്ല് ചെയ്ത ശേഷം ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ഇവിടെ നമുക്ക് ഇവിടെ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ബോക്സിന്റെ അടിയിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, സേവ് GSTR 3B. ഇതാണ് സേവ് GSTR 3B. ആ ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. സേവ് GSTR 3B എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. അത് നിർബന്ധമാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്രിവ്യൂ ഡ്രാഫ്റ്റ് കേട്ടോ.
പ്രിവ്യൂ ഡ്രാഫ്റ്റ് 3B. അത് നിർബന്ധമില്ല. അതിന്റെ മീൻസ് നമ്മൾ ഡാറ്റ ഫില്ല് ചെയ്തല്ലോ 5 ബോക്സിൽ. ആ ഡാറ്റ 5 ബോക്സിൽ ഫില്ല് ചെയ്തു. അതിന്റെ ഒരു സമ്മറി PDF ആയിട്ട് കാണാൻ സാധിക്കും. വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രിന്റ് എടുത്ത് കീപ്പ് ചെയ്യാം, നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ലാസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊസീഡ് ടു പേയ്മെന്റ്. ഇതാണ് പ്രൊസീഡ് ടു പേയ്മെന്റ്. അത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഈ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നമുക്ക് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇവിടെ ഈ GST സൈറ്റിനകത്ത് ഒരു 3 ലെഡ്ജർ ബുക്ക് ഉണ്ട്. ഒരു 3 ലെഡ്ജർ ബുക്ക് ഡിഫാൾട്ട് ഉണ്ട്. ഓക്കെ, ഒന്ന് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്ക്, നമ്മുടെ ഇൻപുട്ട് ടാക്സ് ലെഡ്ജർ ബുക്ക് ഇല്ലേ, ആ ലെഡ്ജർ ബുക്ക്. ഓക്കെ, 2 ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ. എന്താണ് ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ? ഒന്ന് ഇലക്ട്രോണിക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്ക്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്ക്. 2 ലയബിലിറ്റി രജിസ്റ്റർ. അങ്ങനെ പറയാം. രണ്ടാമത്തെ ബുക്ക് ഏതാ? ലയബിലിറ്റി രജിസ്റ്റർ. നമ്മുടെ ലയബിലിറ്റി എല്ലാം വരുന്ന രജിസ്റ്റർ ബുക്കാണ് രണ്ടാമത്തെ ബുക്ക്. മൂന്നാമത്തെ ബുക്ക് ക്യാഷ് ബുക്ക്. ഈ 3 ലെഡ്ജർ ബുക്ക് ഡിഫോൾട്ട് ആയിട്ട് GST സൈറ്റിലുണ്ട്. ക്ലിയർ അല്ലേ? ഇലക്ട്രോണിക് ലയബിലിറ്റി രജിസ്റ്റർ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്ക്, ക്യാഷ് ബുക്ക്. ക്ലിയർ? ഇത് ഈ 3 ലെഡ്ജർ ബുക്കിന്റെയും ആവശ്യകത എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ ഡാറ്റ എൻറ്റർ ചെയ്തു, സേവ് 3B ക്ലിക്ക് ചെയ്തു, ദെൻ ഇവിടെ പ്രൊസീഡ് ടു പേയ്മെന്റ് എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ പ്രത്യേകത, നമ്മൾ ഈ ബോക്സിനകത്ത് ഈ ഒന്നാമത്തെ ബോക്സിൽ നമ്മൾ ലയബിലിറ്റി കാണിച്ചില്ലേ, നമ്മുടെ സെയിൽസും ഔട്ട്പുട്ട് ടാക്സും അല്ലെ കാണിച്ചല്ലോ. ഈ ഒന്നാമത്തെ ബോക്സ് നമ്മൾ കാണിച്ച ലയബിലിറ്റി എമൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഈ എല്ലാ ലയബിലിറ്റി എമൗണ്ടും ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലയബിലിറ്റി രജിസ്റ്റർ ലെഡ്ജർ ബുക്കിലേക്ക് ഓട്ടോമാറ്റിക് പോകും. ഓക്കെ, ആ ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിലേക്ക് ഓട്ടോമാറ്റിക് പോകും. എപ്പോഴാ പോകുന്നേ? ഈ പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ. ക്ലിയർ? ആഫ്റ്റർ ഡാറ്റ എൻറ്ററിങ് പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ബോക്സിൽ നമ്മൾ കൊടുത്ത ലയബിലിറ്റി എമൗണ്ട് ഒക്കെ ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്നത്. ക്ലിയർ? അത് മാത്രമല്ല, ഈ മൂന്നാമത്തെ ബുക്കിൽ നമ്മൾ കാണിച്ച ഇൻപുട്ട് ടാക്സ് ഇല്ലേ, A-B അല്ലെ, ആ റിവേഴ്സൽ മൈനസ് ആക്കിയിട്ട് വരുന്ന നെറ്റ് ITC അവൈലബിൾ എമൗണ്ട് ഇല്ലേ, C എന്ന റോയില്, ആ എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ലെഡ്ജർ ബുക്കിലേക്കും പോകും. ക്ലിയർ അല്ലേ? ഇൻപുട്ട് ടാക്സ് ലെഡ്ജർ ബുക്കിലും പോകും. ഇപ്പൊ 3Bക്കകത്ത് നമ്മൾ കൊടുത്ത ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്നു. ക്ലിയർ? നമ്മൾ 3Bയിൽ കൊടുത്ത ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്കിലേക്ക് ഓട്ടോമാറ്റിക് പോകുന്നു. ക്ലിയർ അല്ലേ? യെസ്. അത് എപ്പോഴാ പോകുന്നേ? ഈ പ്രൊസീഡ് ടു പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നു. ക്ലിയർ? ഓക്കെ, യെസ്. ഇനി നമ്മൾ ആ ലെഡ്ജർ ബുക്കിലേക്ക് ഈ എമൗണ്ട് പോകുന്നത് മാത്രമല്ല ചെയ്യുന്നേ, പോയാൽ ഉടൻ തന്നെ നമ്മുടെ ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിലുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഇല്ലേ, ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിലുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇൻപുട്ട് ടാക്സ് ബുക്കിൽ പോയി അവിടെയുള്ള ഇൻപുട്ട് എല്ലാം ക്ലെയിം എടുക്കുന്നു. അത് ഓട്ടോമാറ്റിക് നടക്കും. ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിനകത്തുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻപുട്ട് ടാക്സിന്റെ ലെഡ്ജർ ബുക്കിലേക്ക് പോകുന്നു. അവിടെ പോയി അവിടെയുള്ള ഇൻപുട്ട് ടാക്സിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുന്നു, ആ ഔട്ട്പുട്ട് ടാക്സ് എടുക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ? ഇനി ആ ഇൻപുട്ട് ടാക്സ് ബുക്കിൽ പോയിട്ട് അവിടെയുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും ലയബിലിറ്റി ബുക്കിനകത്ത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഇനിയും ബാക്കി ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് അവിടെ നിൽക്കില്ല. അത് നേരെ എവിടെ പോകുന്നറിയോ? അത് നേരെ ക്യാഷ് ബുക്കിൽ പോകും. കാരണം ലയബിലിറ്റി ബുക്കിനകത്തുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ബുക്കിൽ പോയി ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും ഔട്ട്പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ക്യാഷ് ഉണ്ടെങ്കിലേ ഇനി സെറ്റിൽ ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ അല്ലേ? ഇൻപുട്ട് ക്ലെയിം എടുത്തു, ബാക്കി വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ക്യാഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആ ലയബിലിറ്റി ബുക്കിനകത്തുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം ബാക്കി വരുന്ന ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് അത് ക്ലിയർ ആക്കാൻ എത്ര എമൗണ്ട് ക്യാഷ് ആവശ്യമുണ്ടോ അത്രയും എമൗണ്ട് ക്യാഷ് ബുക്കിൽ പോകുമ്പോൾ ഉണ്ടാകണം. ക്യാഷ് ബുക്കിൽ പോകുമ്പോൾ അവിടെ ക്യാഷ് ബുക്കിൽ സഫിഷ്യന്റ് ഫണ്ട് ഇല്ല എങ്കിൽ ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് അങ്ങനെ പെൻഡിങ് ആയിട്ട് ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിൽ നിൽക്കും.
ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ലയബിലിറ്റി രജിസ്റ്റർ ബുക്കിനകത്ത് ഔട്ട്പുട്ട് ടാക്സ് പെൻഡിങ് ആയി നിന്നാൽ നമുക്ക് 3B ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ലയബിലിറ്റി ലെഡ്ജർ ബുക്കിനകത്ത് ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് 0 ആക്കണം. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി 0 ആക്കിയാൽ മാത്രമേ നമുക്ക് 3B എന്ന ഫോം ഫയൽ ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, ഈ ഇൻപുട്ട് ലയബിലിറ്റി ബുക്കിലുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ലെഡ്ജർ ബുക്കിൽ പോയിട്ട് അവിടെ ഇൻപുട്ട് ക്ലെയിം എടുത്തു, ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ട്. ആ ലയബിലിറ്റി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്യാഷ് ആവശ്യമുണ്ട് ആ ക്യാഷ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്കിൽ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബുക്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ബുക്കിൽ നമ്മളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇലക്ട്രോണിക് ലയബിലിറ്റി ബുക്കിലുള്ള ഔട്ട്പുട്ട് ക്ലെയിം എടുത്തോളും. ക്ലിയർ അല്ലേ? അങ്ങനെ എന്ത് സംഭവിക്കും, ലയബിലിറ്റി ബുക്കിലുള്ള ഔട്ട്പുട്ട് 0 ആയിക്കോളും. ക്ലിയർ അല്ലേ? ഓക്കെ, ക്യാഷ് ബുക്കിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ എമൗണ്ട്, ക്യാഷ് ബുക്കിൽ പോയിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഓൺലൈൻ പേയ്മെന്റ്. നമ്മൾ നോർമൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ഈ ഇലക്ട്രോണിക് ക്യാഷ് ബുക്കിലാണ് ഡെപ്പോസിറ്റ് ആകുന്നത്. നമ്മൾ ഒരിക്കലും ലയബിലിറ്റി എമൗണ്ട് ഡയറക്റ്റ് ക്ലിയർ ചെയ്യുന്നില്ല. നമ്മൾ ഈ ക്യാഷ് ബുക്കിൽ ആ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നു, അവിടെ നിന്ന് എടുത്തോളും ആര്, ലയബിലിറ്റി ബുക്ക്. ക്ലിയർ അല്ലേ? ആ ലോജിക്ക് ക്ലിയർ? ഓക്കെ, അപ്പോ അതാ ലോജിക്ക് കേട്ടോ. ക്ലിയർ? ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഈ പ്രൊസീഡ് ടു പേയ്മെന്റ് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത് എങ്ങോട്ട് പോകും നോക്കാം നമുക്ക്. ഓക്കെ, മൂന്ന് ലെഡ്ജറും ഒന്നുകൂടെ പറയാം. അതായത് ഒന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ബുക്ക്, 2 ലയബിലിറ്റി രജിസ്റ്റർ ബുക്ക്, 3 ക്യാഷ് ബുക്ക്. ക്ലിയർ അല്ലേ? നമ്മൾ 3Bക്കകത്ത് ലയബിലിറ്റി ബോക്സിൽ ലയബിലിറ്റി കാണിച്ചാൽ ആ ലയബിലിറ്റി എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ലയബിലിറ്റി ബുക്കിൽ പോകുന്നു. മൂന്നാമത്തെ ബോക്സിൽ ഇൻപുട്ട് ടാക്സ് കാണിച്ചു, ആ ഇൻപുട്ട് ടാക്സ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലെഡ്ജർ ബുക്കിൽ ഓട്ടോമാറ്റിക് പോകുന്നു. ദെൻ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലയബിലിറ്റി ബുക്കിലുള്ള ഔട്ട്പുട്ട് ഇൻപുട്ട് ബുക്കിൽ പോയി ആ ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നു. ബാക്കി ലയബിലിറ്റി ബുക്കിൽ ഔട്ട്പുട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ പോകുമ്പോൾ അവിടെ ക്യാഷ് ഉണ്ടാകണം. ക്യാഷ് ഇല്ലെങ്കിൽ ആ ലയബിലിറ്റി ക്ലോസ് ആകാൻ ആവശ്യമായ ക്യാഷ് നമ്മൾ ചെല്ലാൻ ക്രിയേറ്റ് ചെയ്ത് നെറ്റ് ബാങ്കിങ്ങിലൂടെ എന്ത് ചെയ്യുക, ക്യാഷ് ബുക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോ ഓട്ടോമാറ്റിക്കായി ലയബിലിറ്റി ബുക്കിലുള്ള ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ക്യാഷ് ബുക്കിൽ പോയി ആവശ്യമുള്ള ക്യാഷ് എടുത്ത് ലയബിലിറ്റി എന്തായി മാറിക്കോളും, 0 ആയി മാറിക്കോളും. ക്ലിയർ? ഓക്കെ, ഓക്കെ, നമ്മളിവിടെ പ്രൊസീഡ് ടു പേയ്മെന്റ് ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വരുന്ന വിൻഡോ ഇതായിരിക്കും കേട്ടോ. പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരും, നമ്മൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഉണ്ടോ നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഇല്ലേ, ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് എല്ലാം ഇവിടെ കിടക്കും കേട്ടോ. ഇതാണ് നമ്മൾ ലയബിലിറ്റി ബുക്ക് എല്ലാം സമ്മറിയാണ് കേട്ടോ. ആ 3 ബുക്കിന്റെ സമ്മറിയാണിത്, ഓട്ടോമാറ്റിക് നടക്കില്ലേ, അതിന്റെ സമ്മറിയാണ് ഈ വിൻഡോ. ഓക്കെ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് എമൗണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? IGST എത്ര ഔട്ട്പുട്ട് ഉണ്ട്, CGST എത്ര, SGST എത്ര ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഇൻപുട്ടിന്റെ ഏരിയ. ക്ലിയർ അല്ലേ? ഇതാണ് ഇൻപുട്ടിന്റെ ഏരിയ. ഇവിടെ നമുക്ക് ഇവിടെ ഇൻപുട്ട് ടാക്സ് കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? പെയ്ഡ് ത്രൂ ITC ഉണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ടിന്റെ ഏരിയ. അപ്പോ എത്ര ഇൻപുട്ട് ടാക്സ് ഉണ്ട് ആ ഇൻപുട്ട് ലെഡ്ജർ ബുക്കിലുള്ള ഇൻപുട്ട് എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? യെസ്. ഇനി ഈ ഔട്ട്പുട്ട് ടാക്സ് ഇവിടെയുള്ള ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നു. ക്ലെയിം എടുത്ത ശേഷം ബാക്കിയുള്ള ഔട്ട്പുട്ട് ഇല്ലേ, ഔട്ട്പുട്ട് ടാക്സ് ഈ ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം ബാക്കി ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ആ ഔട്ട്പുട്ട് ക്യാഷ് ആയിട്ടല്ലേ പേയ്മെന്റ് ചെയ്യേണ്ടത്. യെസ്, ആ എമൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും കണ്ടോ. ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാൻ എത്ര ബാക്കി ഔട്ട്പുട്ട് ഉണ്ട് അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ആ ലോജിക്ക്. വീണ്ടും അടുത്ത് ഈ ബോക്സ് കഴിഞ്ഞ അടുത്ത ശേഷം എന്താ കണ്ടോ, റിവേഴ്സ് ചാർജ്. നമുക്ക്
RCM ലയബിലിറ്റി ഓർമ്മയുണ്ടോ? 3B ഫസ്റ്റ് ബോക്സിൽ ഡി എന്ന റോയിൽ കാണിക്കില്ലേ RC ലയബിലിറ്റി. ആ RC ലയബിലിറ്റി എമൗണ്ട് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണ്ടേ? അത് പേയ്മെന്റ് ചെയ്യാൻ ഉണ്ടെന്ന് പറഞ്ഞ് ഈ 8ാമത്തെ ബോക്സിൽ കാണിക്കും. ക്ലിയർ അല്ലേ? ആലോചിക്കും കേട്ടോ. ദെൻ അത് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണമെന്ന് 9ാമത്തിലും കാണിക്കും. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇത് ഓരോ ബോക്സ് ആണ് കേട്ടോ. 1 2 അല്ലെ, 1 2 3 4 5 6 7 8 9 ഉണ്ടോ, 10 എന്താ പറയുന്നേ? നമുക്ക് ഇൻട്രസ്റ്റ് പേയബിൾ ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എത്രയാണ് ഇൻട്രസ്റ്റ് പേയബിൾ എമൗണ്ട് നമുക്ക് ഇവിടെ 10ാമത്തെ കോളത്തിൽ കാണാൻ സാധിക്കും. ആ ഇൻട്രസ്റ്റ് പേയബിൾ എമൗണ്ട് നിർബന്ധമായിട്ടും ക്യാഷ് ആയിട്ടേ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കൂ. ഒരിക്കലും ഇൻട്രസ്റ്റ് എമൗണ്ട് ഒന്നും ഇൻപുട്ട് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം അല്ലെ? അപ്പോ ആ ഇൻട്രസ്റ്റ് പേയബിൾ എമൗണ്ട് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ഇത് ലേറ്റ് ഫീ എമൗണ്ട് ആണ്. ലേറ്റ് ഫീ എമൗണ്ട് ഇവിടെ വരും, അത് ക്യാഷ് ആയിട്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കും. ക്ലിയർ അല്ലേ? ആ ലോജിക്ക്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കിവിടെ ഒരു ഏകദേശം 32,000 രൂപ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട് അല്ലെ? ഏകദേശം 1000 രൂപ ഇൻപുട്ട് ഉണ്ട്. അപ്പോ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട് ബാക്കി ഒരു 30,000 സംതിങ് എമൗണ്ട് ഇൻപുട്ട് ടാക്സ് ഉണ്ട് ഇവിടെ. സോറി, 32,000 രൂപ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇവിടെയുള്ള 1000 സംതിങ് എമൗണ്ട് ഇൻപുട്ട് മൈനസ് ചെയ്തു. ബാക്കി നമുക്ക് 30,000 സംതിങ് എമൗണ്ട് ഔട്ട്പുട്ട് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട് അല്ലെ? ക്ലിയർ അല്ലേ? 30,000 സംതിങ് എമൗണ്ട് ഔട്ട്പുട്ട് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് റിവേഴ്സ് ചാർജ് 1 ലക്ഷം രൂപ ഉണ്ടോ, 1 lakh എമൗണ്ട് RCM പേയ്മെന്റ് ചെയ്യാനുണ്ട്. അപ്പോ RCM 1 lakh എമൗണ്ടും ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് കഴിച്ച് ബാക്കി വരുന്ന എമൗണ്ട് 30,000. അപ്പൊ 1,30,000 എമൗണ്ടില്ലേ മൊത്തം ക്യാഷ് അടയ്ക്കാനായിട്ട്? ക്ലിയർ അല്ലേ? 1,30,000 സംതിങ് എമൗണ്ട് ക്യാഷ് അടയ്ക്കാനുണ്ട്. അപ്പൊ 1,30,000 എമൗണ്ട് ക്യാഷ് ബുക്കിൽ വേണ്ടേ? ക്യാഷ് ബുക്കിൽ വേണം അല്ലെ? പക്ഷേ ക്യാഷ് ബുക്കിനകത്ത് എത്ര എമൗണ്ട് ഉണ്ട് അത് ഇവിടെ കാണാം. 14 ഇവിടെ കാണാൻ സാധിക്കും. ക്യാഷ് ബുക്കിനകത്ത് എത്ര എമൗണ്ട് ഉണ്ട്? നിലവിൽ വെറും 1000 സംതിങ് എമൗണ്ടേ നിലവിൽ ക്യാഷ് ബുക്കിലുള്ളൂ. നമുക്കാണെങ്കിലോ 1,30,000 സംതിങ് എമൗണ്ട് നമുക്ക് ടാക്സ് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാനുണ്ട്. പക്ഷെ ക്യാഷ് ബുക്കിലാണെങ്കിലോ വെറും 1000 രൂപ മാത്രമേ നമുക്കുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പോ ക്യാഷ് ബുക്കിലുള്ള 1000 രൂപ എന്ത് ചെയ്തു? ക്ലെയിം എടുത്തു, ഓട്ടോമാറ്റിക് ക്ലെയിം എടുത്തു. ക്ലെയിം എടുത്തപ്പോ ബാക്കി ഇനി 1,30,000 എമൗണ്ടിൽ നിന്നും ക്യാഷ് ബുക്കിലുള്ള 1000 രൂപ ക്ലെയിം എടുത്താൽ ബാക്കി എത്രയാ? ബാക്കി 1,29,000 സംതിങ് എമൗണ്ട് ഇനി അഡീഷണൽ ക്യാഷ് ആവശ്യമുണ്ട്. ക്ലിയർ അല്ലേ? അഡീഷണൽ ക്യാഷ് റിക്വേർഡ് എത്രയാ? 1,29,000 എമൗണ്ട് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എമൗണ്ട്. ക്ലിയർ അല്ലേ? ഈ അഡീഷണൽ ക്യാഷ് റിക്വേർഡ് എന്ന് പറയുന്ന ബോക്സിനകത്ത് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ക്യാഷ് ബുക്കിൽ ഇല്ല എന്നർത്ഥം. ക്ലിയർ അല്ലേ? ക്യാഷ് ബുക്കിൽ ഈ എമൗണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ 1,29,000 എമൗണ്ട് ക്യാഷ് ബുക്കിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ അഡീഷണൽ ക്യാഷ് റിക്വേർഡ് എന്ന കോളം എന്തായി മാറുമായിരുന്നു? 0 ആയി മാറിയേനെ. പക്ഷെ 0 ആണോ? അത് 0 അല്ല. ഇവിടെ ഈ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ ഈ 1,29,000 സംതിങ് എമൗണ്ട് ക്യാഷ് ബുക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? ചെല്ലാൻ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ? അപ്പൊ ചെല്ലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ആണ് ഇത്. ഇതാണ് ചെല്ലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ്. ക്ലിയർ അല്ലേ? ഇവിടെ എന്ത് ചെയ്യുക? അവിടെ വെച്ച് ചെല്ലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അഡീഷണൽ ക്യാഷ് റിക്വേർഡ് കണ്ട എമൗണ്ട് ഇല്ലേ, ആ 1,29,000 എമൗണ്ട് അത് ഇവിടെ വന്നു. IGST എമൗണ്ട് വന്നു. ടോട്ടൽ ചെല്ലാൻ എമൗണ്ട് ഇതാണ് വന്നു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഈ പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഈ പേയ്മെന്റ് ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ജനറേറ്റ് ചെല്ലാൻ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. ഏതാണ് നമ്മുടെ നെറ്റ് ബാങ്കിങ് ഉള്ള ബാങ്ക് സെലക്ട് ചെയ്തു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് കൊടുത്തു. ദെൻ മേക്ക് പേയ്മെന്റ്. നോർമൽ ഓൺലൈൻ പേയ്മെന്റ്. ക്ലിയർ? നോർമൽ ഓൺലൈൻ പേയ്മെന്റ് ആണ്. എന്ത് ചെയ്യുക? മേക്ക് പേയ്മെന്റ് കൊടുത്തു. മേക്ക് പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോ എന്തായി മാറി? നമ്മുടെ ക്ലിയർ അല്ലേ? അതുകൊണ്ടോ യുവർ പേയ്മെന്റ് ഈസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഇവിടെ വരുമ്പോ നോക്കി അഡീഷണൽ ക്യാഷ് റിക്വേർഡ് എന്ന കോളം ഇല്ലേ, ഇവിടെ എന്തായി മാറി? ഇവിടെ 0 ആയി മാറി. ക്ലിയർ അല്ലേ? ഇവിടെ 0 ആയി മാറി. ക്ലിയർ?
ഓക്കെ. അപ്പോ ഈ അഡീഷണൽ ക്യാഷ് റിക്വയർഡ് എന്ന കോളം 0 ആയി മാറിക്കഴിഞ്ഞാൽ, ഇത് 0 ആയി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഓപ്ഷനിലെ മേക്ക് പേയ്മെന്റ്, ഈ മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. മേക്ക് പേയ്മെന്റ് ഓർ പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ അല്ലെ, പോസ്റ്റ് ക്രെഡിറ്റ് ടു ലെഡ്ജർ എന്താ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം. ഇത് 0 ആകുമ്പോഴാണ് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ക്ലിയർ? ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും, നമ്മുടെ ലയബിലിറ്റി കംപ്ലീറ്റ് എന്തായി മാറി, ഓഫ്സെറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ലയബിലിറ്റി കംപ്ലീറ്റും ഓഫ്സെറ്റ് ആയിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ എന്ത് ചെയ്യുക, കൊടുക്കേണ്ടതാണ്. അപ്പോ ഇവിടെ നമുക്ക് പ്രൊസീഡ് ടു ഫയലില്ലേ, പ്രൊസീഡ് ടു ഫയൽ എന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. എന്ത് ചെയ്യുക, പ്രൊസീഡ് ടു ഫയൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുക. ഓതറൈസർ സിഗ്നേറ്ററി ആരാണോ ആ ഓണറിന്റെ പേരായിരിക്കും. ആ പേര് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ദെൻ ഫയൽ GSTR 3B വിത്ത് EBC എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഫയൽ 3B വിത്ത് DSC. സർ ഓതറൈസേഷൻ കേട്ടോ, സർ ഓതറൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ EBC എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫയൽ 3B വിത്ത് EBCയും ഉണ്ട്, DSCയും ഉണ്ട്. EBC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. ക്ലിയർ? DSC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. അത് കമ്പനി LLP ഒക്കെ ഉണ്ടല്ലോ, കമ്പനി LLP ഒക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ, ഇപ്പോൾ G1 ആയാലും 3B ആയാലും എന്ത് റിട്ടേൺ ഫോം ആയാലും ഫയൽ ചെയ്യുമ്പോൾ കമ്പനി LLP ആണെങ്കിൽ നിർബന്ധമായിട്ടും ആ ഓതറൈസർ പേഴ്സന്റെ DSC വെച്ച് ഫയൽ ചെയ്യേണ്ടത്. DSC മീൻസ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ക്ലിയർ? എന്നാൽ കമ്പനിയോ LLPയോ ഒന്നും അല്ല, നോർമൽ പ്രൊപ്രൈറ്ററിഷിപ്പ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയൽ 3B വിത്ത് EBC കൊടുക്കാം. EBC മീൻസ് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ കോഡ്. നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്ത സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറില്ലേ, ആ മൊബൈൽ നമ്പറിൽ SMS വരും. ഏതാ? OTP, വൺ ടൈം പാസ്വേഡ് വരും. അതെന്ത് ചെയ്യുക, എന്റർ ചെയ്യുക. ക്ലിയർ അല്ലേ? OTP എന്ത് ചെയ്യുക, എന്റർ ചെയ്യുക. വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പൊ കാണിക്കും ഫയലിംഗ് സക്സസ്ഫുൾ, ഫയലിംഗ് സക്സസ്ഫുൾ ഇത് കാണിക്കും കേട്ടോ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ 3B ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ വീഡിയോ അയച്ചു തരാം. അതുപോലെ എന്ത് ചെയ്യാം, അതുപോലെ 3Bന്റെ ലൈവ് ഫയലിംഗ് ഉണ്ട്, ലൈവ് ഫയലിംഗ് ആണ്. ആ ലൈവ് ഫയലിംഗിന്റെ വീഡിയോ കൂടെ എന്ത് ചെയ്യാം, അയച്ചിരിക്കും കേട്ടോ. ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലിയർ അല്ലേ? യെസ്.